കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം നിശബ്ദത പാലിച്ചു, മൗനം പാലിച്ചു. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ, ബഹുജന സംഘടനകൾ, മാധ്യമങ്ങൾ എല്ലാവരും ധർമ്മസ്ഥലയിലേക്ക് എത്തുമ്പോൾ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ അവരും വെച്ച് പുലർത്തുന്നു. വനമേഖലയിലെ പോയിന്റിൽ നിന്ന് KV ബൈജുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു തന്നെയായിരുന്നു. ആരും പോയിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ആ വനമേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തത്. അന്ന് വലിയ തോതിൽ ജീവന് പോലും ഭീഷണിയുണ്ടായിരുന്ന സാഹചര്യമായിരുന്നു. അവിടെ ക്യാമറയ്ക്ക് എത്താൻ പറ്റുമായിരുന്നില്ല. ബൈജുവിനെ തടയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ ബൈജു ഇപ്പോഴിതാ ന്യൂസ് 18 ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നു. മറ്റു മാധ്യമങ്ങളടക്കം അത് ഏറ്റെടുക്കുന്നു. അവിടേക്ക് പോലീസ് സംഘവും പ്രത്യേക സംഘവും ഒക്കെ എത്തുന്നു. വലിയ പ്രതീക്ഷ ഈ ഇരകളുടെ കുടുംബം വെച്ച് പുലർത്തുമ്പോൾ ഇന്ന് ഏത് തരത്തിലുള്ള ഒരു പരിശോധനയാണ് അവിടെ നടക്കാൻ പോകുന്നത്? അഭിലാഷേ, ഒന്നാമത്തെ പോയിന്റിലാണ് ഇന്നലെ പരിശോധന നടന്നത്. അത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. നേത്രാവതി പുഴയുടെ തൊട്ട് സമീപത്തായി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കുഴിയെടുത്ത് പരിശോധിക്കുന്നത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം വെള്ളം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ചെറിയ JCB ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോഴും ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. 1ഉം 2ഉം പോയിന്റ് സമാനമാണ്. ഇതേ രീതിയിൽ നേത്രാവതി പുഴയുടെ തീരത്താണുള്ളത്. പക്ഷേ 2 കഴിഞ്ഞാൽ പിന്നെ 3 മുതൽ 8 വരെയുള്ള പോയിന്റ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ പ്രദേശത്താണ്. 3 മുതൽ 8 വരെയുള്ള പോയിന്റ് വളരെ നിർണായകമാണ്. ഇത് വന മേഖലയാണ്. നേത്രാവതി പുഴയുടെ തീരത്താണെങ്കിലും വളരെ ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റോഡ്, അഭിലാഷ്, ഈ റോഡിലൂടെ ഇത്തരത്തിൽ വാഹനങ്ങളിൽ മാരുതി ഒമിനിയും ജീപ്പും എന്നാണ് വെളിപ്പെടുത്തലിൽ സാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ റോഡിലൂടെ എത്തി ഈ സൂപ്പർവൈസർമാർ മൃതദേഹങ്ങൾ ഇയാൾക്ക് കൊടുക്കും, ശുചീകരണ തൊഴിലാളി കൊടുക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 2 പോലീസ് ഓഫീസർമാരാണ് തോക്കുകളൊക്കെ എന്തി. കാരണം ഇവിടെയാണ് പ്രധാനപ്പെട്ട 3 മുതൽ 8 വരെയുള്ള പോയിന്റ് ഉള്ളത്. 24 മണിക്കൂറും തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പോലീസ് കാവലിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് SIT ടീമിന്റെ പോലീസുകാരാണ്, അതല്ലാതെ ധർമ്മസ്ഥല പോലീസല്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്ന പ്രത്യേക ഫോഴ്സാണ്. കാരണം ധർമ്മസ്ഥല പോലീസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് അവരുടെ മുന്നോട്ട് പോക്ക് എന്ന കാര്യത്തിൽ. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ, വനമേഖലയിലെ ദൃശ്യങ്ങളിലേക്ക് വരാം. ഇതിന് തൊട്ട് സമീപത്തായാണ് ഈ വലിയ വനമേഖല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാട് വെട്ടിത്തെളിച്ച വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, അത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ 8 എന്ന് പറയുന്ന റോഡ് സൈഡിനോട് ചേർന്നുള്ള ഇവിടെ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1 അല്ല 2 അല്ല, അത്തരത്തിൽ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം, ഇത് വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു ഉയരം കൂടിയ സ്ഥലമാണ്. പക്ഷെ ഇതിന് തൊട്ട് താഴെ വരുന്നത് നേത്രാവതി പുഴ തന്നെയാണ്. ഒരു 3 കിലോമീറ്റർ, 1ആം പോയിന്റും 2ആം പോയിന്റും 13ആം പോയിന്റിൽ നിന്നും ഒരു 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ. ഇവിടെ മൃതദേഹങ്ങൾ എത്തിച്ച് ഇയാൾക്ക് നൽകുകയും ഇയാൾ പിന്നീട് ഇവിടെ അടക്കം ചെയ്തു എന്നാണ് ഇതിൽ ഇദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ 8 എന്ന് മാർക്ക് ചെയ്ത ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് നേത്രാവതി പുഴയുടെ തീരത്താണ്. പ്രധാന പാതയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം കൂടിയാണ്. ഇതാണ് ആ പോയിന്റ്. അഭിലാഷ്, ഇതാണ് ആ പോയിന്റ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറുടെ പോലീസ് കാവലും ഏർപ്പെടുത്തി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് തോന്നുന്നു. അഭിലാഷ്, ഇതാണ് 8 എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടത്തുന്ന പരിശോധന വളരെ പ്രധാനമായിരിക്കും. 1ഉം 2ഉം പോയിന്റിലുള്ള പരിശോധന, അത് വെള്ളം നിറഞ്ഞ ഒരു സ്ഥലമാണ്. മാത്രമല്ല റോഡിന്റെ പണി 15 വർഷം മുൻപ് നടന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ റോഡിന്റെ ഒക്കെ നിർമ്മാണം നടന്നതുകൊണ്ട് വലിയ തോതിൽ മണ്ണുകൾ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എത്ര താഴ്ചയിലേക്ക് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇല്ല. അതുകൊണ്ടാണ് ഇന്നലെ 12 മണിക്ക് ആരംഭിച്ച ആ പരിശോധന വൈകിട്ട് 6:30 നിർത്തിയതും. പിന്നീട് അത് അവിടെ തെരച്ചിൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത് ഇന്ന് പരിശോധന നടത്തും. ഇനിയിപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചായിരിക്കുമോ പരിശോധന എന്നാണ് അറിയേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ പോയാൽ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നേത്രാവതി പുഴ ഒഴുകിയെത്തുന്ന ആ ഒരു പ്രദേശമാണ്. ഇത് പ്രധാന പാത കൂടിയാണ്, ബംഗളൂരുവിലേക്കുള്ള പ്രധാന പാത കൂടിയാണ്. ഇത് ഉജ്ജര ബെൽത്തങ്ങാടി കടന്ന് ധർമ്മസ്ഥലയിലേക്ക് ഇനി ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നും ഉള്ളത്. ഇതാണ് നേത്രാവതി പുഴ. ഇതിന്റെ തൊട്ട് സമീപത്താണ് വനമേഖല സ്ഥിതി ചെയ്യുന്നത്. ഈ വനമേഖലയിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയത്. ആ പോയിന്റ് 8-ൽ മാത്രം 4-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്ത് നടത്തുന്ന പരിശോധനയായിരിക്കും വളരെ നിർണായകമാവുക.
എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് ഇന്ന് ഇതാണ് ഈ റോഡ് പാത, പ്രധാന പാത. ആ പാതയുടെ രണ്ട് വശങ്ങളിലും നമുക്ക് കാണാം വലിയ തോതിൽ കർഷകർ ആശ്രയിക്കുന്ന ഒരു പുഴയാണ്. പുണ്യ നദി എന്നൊക്കെ വിശ്വസിച്ചു പോരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ അവിടെയുള്ള ഒരു സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ, മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ഈ പുഴയിൽ വന്നു ചേരുന്ന സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കാണാം അഭിലാഷ, എത്രത്തോളം മനോഹരമായ ഒരു പ്രദേശമാണെന്ന്. പക്ഷേ ഇതിന്റെ രണ്ട് വശങ്ങളിലും തിങ്ങി നിറഞ്ഞ വനമേഖലയാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ കൊണ്ട് വിട്ടതും അത്തരം കാര്യങ്ങൾ. നമുക്ക് ദേശീയ പാതയാണ്, പ്രധാനപ്പെട്ട പാതയാണ് ബാംഗ്ലൂരിലേക്കിന്റെ. ഒന്നുകൂടി നമ്മളെ ആ സ്ഥലത്തേക്ക് ഒന്ന് കൂടി ആ ദൃശ്യം ഇതാണ്. ഇനിയിപ്പോൾ പരിശോധന നടത്തേണ്ട സ്ഥലത്തിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇവിടെയാണ് ഇനി പ്രധാനപ്പെട്ട പരിശോധന നടക്കേണ്ടത്. ഇവിടെ പരിശോധന നടത്തിയാൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുമെന്ന് ഇന്നലെയും ശുചീകരണ തൊഴിലാളി ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒന്നാമത്തെ പോയിന്റ് മുതലാണ് പരിശോധന നടക്കുന്നതെന്നുകൊണ്ട് തന്നെയാണ് ഇന്നലെ നേത്രാവതി പുഴയുടെ സമീപത്തുള്ള പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചത്. അത് വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ സംഘത്തിലെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ സ്ഥലം കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയേക്കാം. ഇന്നലെ നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി കിട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം ഒരു കാട് മൂടിയ ഒരു സ്ഥലത്തായിരുന്നു ഇത്തരത്തിൽ കുഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇത് റോഡിന് തൊട്ട് വശത്താണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനങ്ങളിൽ മൃതദേഹങ്ങൾ എത്തിക്കും, അതിനുശേഷം ഇയാളെ ഏൽപ്പിക്കും, ഈ ശുചീകരണ തൊഴിലാളിയെ ഏൽപ്പിക്കും, അദ്ദേഹം ഈ പ്രദേശത്ത് ഇത് കുഴിച്ചിടും. അങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഇദ്ദേഹത്തിന്റെ മൊഴി. എന്നാലും ഇവിടെ ഒരു 3 ദിവസമായി ഇവിടെ ഈ മാർക്ക് ചെയ്തിട്ട് ഈ 3 ദിവസവും ഇവിടെ മുഴുനീളെ പോലീസ് കാവലുണ്ട്. മാറി മാറി 2 പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട്. തോക്കുകളൊക്കെ എത്തിയാണ് കാവൽ നിൽക്കുന്നത്. കാരണം വലിയ തോതിലുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ മാർക്ക് ചെയ്തത് 13 ഇടങ്ങളാണ്. പരിശോധന നടക്കുന്നത് ഒരിടത്ത് മാത്രമാണ്. അപ്പോൾ മറ്റിടങ്ങളിലെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യത ഈ ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ആ സ്ഥലങ്ങളിലെല്ലാം പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് പരിശോധന നടത്തി ഓരോ സ്ഥലങ്ങളിലും പരിശോധന നടത്തി എത്ര മൃതദേഹങ്ങൾ ഇങ്ങനെ ലഭിക്കുന്നുണ്ടെന്ന് കണ്ടെത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അത് പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ അത്രത്തോളം സംവിധാനങ്ങളാണ്. ഈ പോലീസ് നായയെ വരെ എത്തിക്കുന്ന, പോലീസ് ഡോഗ് വരെ എത്തുന്ന സാഹചര്യം ഇന്നലെ നേത്രാവതി പുഴയോരത്ത് നമ്മൾ കണ്ടു. സ്നാനക്കട്ടയ്ക്ക് തൊട്ട് സമീപം 1ഉം 2ഉം പോയിന്റ്, ആ 2 പോയിന്റിലാണ് പരിശോധന. ഇന്ന് 1ആം പോയിന്റിലെ പരിശോധന ഇന്ന് വീണ്ടും ഉണ്ടാകുമോ, അതല്ല ഇനി 2ആം പോയിന്റിലേക്കാണോ പരിശോധന നടക്കുക എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അവിടെ സൂചിപ്പിക്കുന്ന പോലെ എന്തായാലും ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ, വെളിപ്പെടുത്തലുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സംഘം